ഹലോ എവരി വൺ, ഐ എം ഗോകുൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാരോക്കാൻ ഡിഫൻസിനെ പറ്റിയാണ് കാണാൻ പോകുന്നത്. കാരോക്കാൻ ഡിഫൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് വളരെ പോപ്പുലർ ആയിട്ട് കളിക്കുന്ന ഒരു ഡിഫൻസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. വൈറ്റ് ആദ്യം E4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനുശേഷം ബ്ലാക്കിന് പല രീതിക്ക് കളിക്കാം അല്ലേ. ഏറ്റവും പോപ്പുലർ ആയ ഒരു രീതി എന്ന് പറയുന്നത് C5 സിസിലിയൻ ഡിഫൻസ് ആണ്. നമ്മൾ സിസിലിയൻ ഡിഫൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഉള്ള മറ്റൊരു മൂവ് എന്ന് പറയുന്നത് E5 ആണ്. ഇതിനെ കിങ്സ് പൗൺ ഓപ്പണിംഗ് എന്ന് തന്നെ പറയും. പിന്നെ ഉള്ളതാണ് C6 കാരോക്കാൻ ഡിഫൻസ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട് E6 ഫ്രഞ്ച് ഡിഫൻസ്. അപ്പം നമുക്കിന്ന് കാരോക്കാൻ ഡിഫൻസ് കണ്ടു നോക്കാം. ഒരുപാട് പ്ലെയേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് ആണ് കാരോക്കാൻ ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്ലെയർ ആവണമെങ്കിൽ കാരോക്കാൻ ഡിഫൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് നോക്കാം. ബ്ലാക്ക് C6 കളിക്കുന്നു. ഇപ്പോൾ നമ്മൾ E5ലോ C5ലോ കാണാത്തതുപോലെ നമ്മൾ സെന്റർ സ്ക്വയർ ആയ D4നെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വൈറ്റ് ഉറപ്പായിട്ടും സെന്ററിലെ കൺട്രോൾ കൂട്ടാനായിട്ട് D4 എന്ന് പറയുന്ന മൂവ് കളിക്കും. ഇതിനുശേഷം നമ്മൾ D5 കളിക്കുന്നു. ഇതാണ് കാരോക്കാൻ ഡിഫൻസിന്റെ ബേസിക് ആയിട്ടുള്ള മൂവ്സ് എന്ന് പറയുന്നത്. ഇതിനുശേഷം പല രീതിക്ക് ഗെയിം മുന്നോട്ട് പോകാവുന്നതാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നൈറ്റ് C3 എന്ന് പറയുന്ന മൂവാണ്. നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ E4ലിരിക്കുന്ന പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ D5ലിരിക്കുന്ന പോണിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ നമ്മുടെ D പോൺ വെച്ച് വൈറ്റിന്റെ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. D ക്യാപ്ചർ C4. ഇതിനുശേഷം നൈറ്റ് നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടുന്ന് പല രീതിക്ക് ഗെയിം മുന്നോട്ട് പോകാറുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് ബിഷപ്പ് ടു F5 എന്ന് പറയുന്ന മൂവാണ്. ഇതിനെ ക്ലാസിക്കൽ വേരിയേഷൻ എന്നാണ് പറയുക. ഇതിനുശേഷം നൈറ്റ് തിരിച്ച് G3ലേക്ക് പോകുന്നു. നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബിഷപ്പിനെ രക്ഷിക്കാനായിട്ട് ബിഷപ്പിനെ G6ലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത മൂവില് വൈറ്റ് പോൺ ടു H4 കളിക്കുന്നു. തൊട്ടടുത്ത മൂവില് H5 കളിച്ചിട്ട് നമ്മുടെ ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിഷപ്പ് ട്രാപ്പായി പോകും. അപ്പം നമുക്ക് നമ്മുടെ ബിഷപ്പിനെ രക്ഷിക്കാനായിട്ട് H6 എന്ന് പറയുന്ന മൂവ് കളിക്കാം. അതായത് വൈറ്റ് അടുത്ത മൂവില് H5 കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിഷപ്പിനെ H7 എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുശേഷം വൈറ്റ് നൈറ്റ് ടു F3 കളിക്കുന്നു. രണ്ടാമത്തെ നൈറ്റിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് ടു D7. ഇതിനുശേഷം വൈറ്റ് H5 കളിക്കുന്നു. നമ്മൾ നമ്മുടെ ബിഷപ്പിനെ H7ലേക്ക് കൊണ്ടുവരുന്നു. ഇതിനുശേഷം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് ടു D3 ആണ്. ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല. കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ബിഷപ്പിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ക്വീൻ വെച്ച് നമ്മുടെ ബിഷപ്പിനെ റീക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം നമുക്ക് E6 കളിക്കാം. ഈ ഒരു പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ക്ലാസിക്കൽ വേരിയേഷന്റെ ആദ്യത്തെ കുറച്ച് മൂവ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് വഴി വൈറ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. പക്ഷെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോൺ സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. നമുക്ക് നമ്മുടെ നൈറ്റിനെ ഉടനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ക്വീനിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഉടനെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. നമുക്ക് കിങ് സൈഡ് വഴി ക്യാസിൽ ചെയ്യാം. നേരെ മറിച്ച് വൈറ്റ് ക്വീൻ സൈഡ് വഴി ക്യാസിൽ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ അതായിരുന്നു ക്ലാസിക്കൽ വേരിയേഷൻ. ഇനി മറ്റൊരു വേരിയേഷൻ സംഭവിക്കുന്നത് വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വേരിയേഷനാണ്. ഈ നൈറ്റ് നമ്മുടെ E4ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്തതിനു ശേഷം ബിഷപ്പ് ടു F5 വരെ നമ്മൾ കണ്ട ക്ലാസിക്കൽ വേരിയേഷൻ. അതിന് പകരം നൈറ്റ് ടു D7 എന്ന് പറയുന്ന മൂവ്. ഇതിനെ കാർപോവ് വേരിയേഷൻ എന്നാണ് പറയുക. ഈ നൈറ്റ് ടു D7 കളിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു തരാം. അടുത്ത മൂവിൽ അത് മനസ്സിലാവും. ഇതിനുശേഷം വൈറ്റ് നൈറ്റ് ടു F3 കളിച്ച് രണ്ടാമത്തെ നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് G ടു F6. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള ഒരു മൂവ് എന്ന് പറയുന്നത് വൈറ്റിന്റെ നൈറ്റ് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യലാണ്. അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നൈറ്റ് വെച്ച് വൈറ്റിന്റെ നൈറ്റിനെ റീക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ നൈറ്റ് ടു D7 എന്ന് പറയുന്ന മൂവ് കളിച്ചത്. അവിടെ വെച്ച് നമുക്ക് നമ്മുടെ പോൺ വെച്ച് വേണമെങ്കിലും ക്യാപ്ചർ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ഡബിൾ പോൺസ് വരും. മാത്രമല്ല അത് നമുക്ക് അത്ര നല്ലതായിരിക്കില്ല. മാത്രമല്ല ഈ F6 എന്ന് പറയുന്ന സ്ക്വയർ ബ്ലാക്കിന് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ്. അപ്പൊ അവിടെ നൈറ്റിനെ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് റീക്യാപ്ചർ ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ നൈറ്റിനെ അവിടെ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ നൈറ്റ് ടു D7 എന്ന് പറയുന്ന മൂവ് നമ്മൾ ആദ്യമേ കളിച്ചത്. ഇനി വൈറ്റ് ബിഷപ്പ് ടു C4 കളിക്കും. C4 എന്ന് പറയുന്നത് വൈറ്റിന് ഈ ഒരു പൊസിഷനിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ്. നമ്മുടെ വീക്ക് ആയിട്ടുള്ള F7 സ്ക്വയറിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ ബിഷപ്പ് ടു F5 കളിക്കുന്നു. വൈറ്റ് ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു. നമ്മൾ E6 കളിക്കുന്നു. നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ആക്കുന്നു.
അപ്പോൾ ഇതാണ് കാർപ്പോ വേരിയേഷനിലെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വേരിയേഷൻ സംഭവിക്കാവുന്നത് ഈ പൊസിഷനിൽ, അതായത് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ നൈറ്റിനെയും കൂടെ F6 ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് നൈറ്റ് നമ്മുടെ നൈറ്റിനെ എടുക്കുന്നതായിരുന്നല്ലോ നമ്മളിപ്പോൾ കണ്ടത്. അതിനു പകരം ചില പ്ലെയേഴ്സ് ബിഷപ്പ് ടു D3 ഇവിടെ വെച്ച് തന്നെ കളിക്കാറുണ്ട്. അതായത് നമ്മൾ നമ്മുടെ നൈറ്റ് വെച്ച് വൈറ്റിന്റെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് തിരിച്ച് റീക്യാപ്ചർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. പക്ഷെ ഇതത്ര നല്ലതായിരിക്കില്ല, കാരണം നൈറ്റ് ക്യാപ്ചേഴ്സ് നൈറ്റ്, ബിഷപ്പ് ക്യാപ്ചേഴ്സ് നൈറ്റിന് ശേഷം നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നൈറ്റിനെ F6 കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം ബിഷപ്പിനെ അത് അറ്റാക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ബിഷപ്പിനെ തിരിച്ച് D3 പോകേണ്ടി വരും. ഈ ഒരു പൊസിഷനും നേരത്തെ കിട്ടിയ പൊസിഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യാസം എന്തായിരുന്നു? നേരത്തെ കിട്ടിയ പൊസിഷനിൽ ബിഷപ്പ് C4 ഇവിടെ ബിഷപ്പ് D3. അപ്പോൾ C4 എന്ന് പറയുന്ന സ്ക്വയർ ആണ് ഈ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ D3 നല്ലത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നേരത്തെ ഒരു പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ വൈറ്റിന് ആക്ടിവിറ്റി കുറവാണ്. അപ്പോൾ നേരത്തെ കണ്ടതാണ് നല്ലത്. ഈ ഒരു രീതിക്ക് വൈറ്റ് പോയി കഴിഞ്ഞാൽ വൈറ്റിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാർപ്പോ വേരിയേഷൻ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നൈറ്റ് ടു D7 കളിച്ചു കഴിഞ്ഞാൽ ചില വൈറ്റ് പ്ലെയേഴ്സ് ക്വീൻ ടു E2 കളിക്കാറുണ്ട്, സാധാരണ പോലെ നൈറ്റ് ടു F3 വെച്ച് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം. ഇതൊരു ട്രാപ്പാണ് ശരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ നൈറ്റ് ടു F6 പോലത്തെ ഒരു മൂവ് കളിച്ച്, ഒരു നോർമൽ ഡെവലപ്മെന്റ് മൂവ് കളിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും കളി. കാരണം നൈറ്റ് ടു D6 എന്ന് പറയുന്നത് ചെക്ക്മേറ്റ് ആണ്. നമുക്ക് ആ E7 പോൺ വെച്ച് നൈറ്റിനെ എടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം ക്വീൻ ഉള്ളതുകൊണ്ട് ആ പോൺ പിൻഡാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാപ്പ് ഉണ്ട് കാർപ്പോ വേരിയേഷനകത്ത്. അപ്പോൾ കാർപ്പോ വേരിയേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇവിടെ വെച്ച് തന്നെ മറ്റൊരു വേരിയേഷൻ സംഭവിക്കാവുന്നത്, വൈറ്റ് നമ്മുടെ E4 പോണിനെ വൈറ്റിന്റെ നൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മൾ ബിഷപ്പ് ടു F5 എന്ന് പറയുന്ന മൂവ് കണ്ടു, നൈറ്റ് ടു D7 കാർപ്പോ വേരിയേഷൻ കണ്ടു. ഇനി മറ്റൊരു മൂവാണ് നൈറ്റ് ടു F6 എന്ന് പറയുന്നത്. ഇതും വളരെ കളിക്കപ്പെടാറുള്ളൊരു മൂവാണ്. ഇത് നമുക്ക് നോക്കാം. ഇതിനുശേഷം ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് ഈ നൈറ്റ് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് തന്നെയാണ്. കാരണം എങ്ങനെ പോയി കഴിഞ്ഞാൽ അവരൊരു ഡബിൾ ഡപ്പോൺസ് വരും അല്ലേ. അപ്പോൾ അത് വൈറ്റിന് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ വൈറ്റ് ഉറപ്പായിട്ടും നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യും. ഇവിടെ നമുക്ക് രണ്ട് രീതിക്ക് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് നമ്മുടെ G പോൺ വെച്ചോ E പോൺ വെച്ചോ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോൺ വെച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കോർച്ചനോയ് വേരിയേഷൻ അല്ലെങ്കിൽ ടാർട്ടകോവർ വേരിയേഷൻ എന്നാണ് പറയുക. ഇതിനുശേഷം നമുക്ക് വൈറ്റ് നൈറ്റ് ടു F3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു, നമ്മൾ ബിഷപ്പ് ടു D6 കളിക്കുന്നു, വൈറ്റ് ബിഷപ്പ് ടു D3 കളിക്കുന്നു, നമ്മൾ കിങ് സൈഡ് ക്യാസൽ ചെയ്യുന്നു, വൈറ്റും കിങ് സൈഡ് ക്യാസൽ ചെയ്യുന്നു, നമ്മൾ ബിഷപ്പ് ടു G4 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് കോർച്ചനോയ് വേരിയേഷൻ അല്ലെങ്കിൽ ടാർട്ടകോവർ വേരിയേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കോർച്ചനോയ് വേരിയേഷനിൽ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കൂടുതലും ഡ്രോയിലാണ് അവസാനിക്കാറുള്ളത്. ഡ്രോ പെർസെൻറ്റേജ് വളരെ കൂടുതലുള്ള ഒരു വേരിയേഷനാണ് ഈ കോർച്ചനോയ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ മറ്റ് വേരിയേഷൻ കണ്ടു നോക്കാം. അതായത് E പോൺ വെച്ച് ക്യാപ്ചർ ചെയ്യാതെ G പോൺ വെച്ച് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇതിനെ ബ്രോൺസ്റ്റീൻ ലാർസൺ വേരിയേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു പൊസിഷനിലാണ് ബ്ലാക്കിന് കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് എളുപ്പം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതിനുശേഷം വൈറ്റ് C3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. ഇതിനുശേഷം നമ്മൾ ബിഷപ്പ് ടു F5 കളിക്കുന്നു. വൈറ്റിന്റെ ക്വീൻ സൈഡിനെ അറ്റാക്ക് ചെയ്യാണ് നമ്മൾ. ഇതിനുശേഷം വൈറ്റ് നൈറ്റ് ടു F3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറ്റാക്കിംഗ് ചാൻസസ് ഉണ്ട് അല്ലേ. നമുക്ക് നല്ലൊരു ഓപ്പൺ G5 കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ റൂക്കിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ F5 ബിഷപ്പ് വൈറ്റിന്റെ ക്വീൻ സൈഡിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പം നമുക്ക് ഡബിൾ ഡപ്പോൺസ് ഉണ്ടെങ്കിലും നമുക്ക് അതിന് പകരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് ചാൻസസ് ബ്രോൺസ്റ്റീൻ ലാർസൺ വേരിയേഷൻ തരുന്നുണ്ട് കോർച്ചനോയ് വേരിയേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇതാണ് കളിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കാരോക്കാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വേരിയേഷൻ നോക്കാം. കാരോക്കാന്റെ അഡ്വാൻസ് വേരിയേഷൻ. ഇതാണ് കാരോക്കാനിൽ ഏറ്റവും കൂടുതൽ കളിക്കപ്പെടുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്. വൈറ്റിന് കാരോക്കാനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല രീതിയും ഇത് തന്നെയാണ്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. E4, C6, D4, D5. ഇതിനുശേഷം E5 എന്ന് പറയുന്ന മൂവ് വൈറ്റ് കളിക്കുന്നു. ഇതാണ് കാരോക്കാന്റെ അഡ്വാൻസ് വേരിയേഷൻ. ഇവിടെ E5 കളിക്കുന്നത് വഴി വൈറ്റിന് നല്ല സെന്റർ കൺട്രോൾ കിട്ടുന്നുണ്ട്. അത് തന്നെ വൈറ്റിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അഡ്വാൻസ് വേരിയേഷൻ കളിക്കുന്നത്. ഇവിടെ പലരും കാണിക്കാറുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്,
ഇനിയിപ്പോൾ ബ്ലാക്കിന്റെ മൂവ് ആണല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ പല പ്ലെയേഴ്സും E6 എന്ന് പറയുന്ന മൂവ് കളിക്കാറുണ്ട്. E6 ഇവിടുത്തെ കളിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് അവിടെ കുടുങ്ങിപ്പോകും. പിന്നെ കുറേ നേരത്തേക്ക് ആ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിന് വലിയ പണിയൊന്നും കാണത്തില്ല. ആ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ആദ്യം ആ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. ബിഷപ്പ് ടു F5. ഇതേ ഒരു കോൺസെപ്റ്റ് ഫ്രഞ്ച് ഡിഫൻസിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഡിഫൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇതുപോലത്തെ ഒരു സംഭവം വരുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് E6 എന്ന് പറയുന്ന മൂവ് കളിക്കാവുന്നതാണ്. ഇനി ഇവിടുന്ന് വൈറ്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വൈറ്റിന് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഇത് കളിക്കാവുന്നത്. ഒന്നെന്ന് പറയുന്നത് നൈറ്റ് ടു F3. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഷോർട്ട് വേരിയേഷൻ എന്നാണ് പറയുന്നത്. നൈജൽ ഷോർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് ഇത് ആദ്യമായിട്ട് കളിച്ച് പോപ്പുലറൈസ് ചെയ്തത്. ഇതെല്ലാം ഓരോ ഗ്രാൻഡ് മാസ്റ്റർമാരുടെ പേരാണ്. ഇപ്പം ഷോർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേരാണ്. നമ്മൾ നേരത്തെ കണ്ട കാർപ്പോവും ഒരു ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേരായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് E6 എന്ന് പറയുന്ന മൂവ് കളിക്കാം. നമുക്കിപ്പോൾ നല്ലൊരു പോൺ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം വൈറ്റ് ബിഷപ്പ് ടു E2 കളിക്കുന്നു. നമ്മൾ നൈറ്റ് ടു D7 കളിക്കുന്നു. വൈറ്റ് ക്യാസൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഷോർട്ട് വേരിയേഷനിലെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഷോർട്ട് വേരിയേഷൻ എന്ന് പറയുന്നത് വൈറ്റിന് കുറച്ച് പാസീവ് ആയിട്ടുള്ള ഒരു വേരിയേഷനാണ്. പക്ഷെ എന്നിരുന്നാലും വൈറ്റിന് അത്യാവശ്യം വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെയുള്ള ഒരു വേരിയേഷനാണ് ഷോർട്ട് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷോർട്ട് വേരിയേഷൻ അല്ലാത്ത രണ്ടാമത്തെ നമ്മുടെ വേരിയേഷൻ കണ്ടു നോക്കാം. ഇവിടുന്ന് നൈറ്റ് ടു F3 ആയിരുന്നു ഷോർട്ട് വേരിയേഷൻ. അതിന് പകരം നൈറ്റ് ടു C3 കളിക്കുക. ഇതായിരുന്നു ഷോർട്ട് വേരിയേഷൻ കളിച്ച് പോപ്പുലർ ആവുന്നതിന് മുന്നേ പ്ലെയേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന മൂവ് എന്ന് പറയുന്നത്. ഇപ്പോഴും പല രീതിയിൽ കളിക്കാറുണ്ട്, പക്ഷേ ഷോർട്ട് വേരിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഷോർട്ട് വേരിയേഷൻ പോപ്പുലർ ആവുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന മൂവ് ആയിരുന്നു നൈറ്റ് ടു C3 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ E6 കളിച്ച് നമ്മുടെ പോൺ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം വൈറ്റ് G4 കളിക്കുന്നു. നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. നമുക്ക് തിരിച്ച് ആ പോണിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ക്യൂൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബിഷപ്പിനെ രക്ഷിക്കാനായിട്ട് ബിഷപ്പിനെ നൈസായിട്ട് G6 കൊണ്ടുവരുന്നു. ഇതിനുശേഷം നൈറ്റിനെ E2 വൈറ്റ് ഡെവലപ്പ് ചെയ്യണം. അടുത്ത മൂവിൽ നൈറ്റിനെ F4 കൊണ്ടുവന്ന് വീണ്ടും നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ C5 കളിക്കുന്നു. ഇവിടെ C5 എന്ന് പറയുന്ന മൂവ് കളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വൈറ്റ് അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് കയറി വരികയാണ് അല്ലേ. അപ്പം നമ്മളും നമ്മുടെ അറ്റാക്കിങ് കുറച്ചുകൂടെ ഒന്ന് ശക്തമാക്കണം. നമുക്ക് സെന്ററിലെ കൺട്രോൾ കുറച്ചുകൂടെ കിട്ടാനായിട്ട് നമ്മൾ C5 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. ഇനി വൈറ്റ് H4 കളിക്കുന്നു. അടുത്ത മൂവിൽ വീണ്ടും നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ H5 കളിച്ച് ആ പോണിന്റെ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം വൈറ്റ് നൈറ്റ് ടു F4 കളിക്കുന്നു. വീണ്ടും നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബിഷപ്പിനെ H7 കൊണ്ടുവരുന്നു. ഇതിനുശേഷം പല രീതിക്ക് ഗെയിം മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ വെച്ച് വൈറ്റ് നമ്മുടെ C പോണിനെ വൈറ്റിന്റെ D പോൺ വെച്ച് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിന് അത്ര നല്ലതായിരിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ ബിഷപ്പിനെ വെച്ച് ക്യാപ്ചർ ചെയ്യാം. അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റിന് അത്ര നല്ലൊരു പൊസിഷൻ ആയിരിക്കില്ല ഇത് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ മുന്നിട്ട് പോകാമെന്ന് പറയുന്നത് നൈറ്റ് ക്യാപ്ചേഴ്സ് പോൺ ആണ്. അതായത് F4 നൈറ്റ് നമ്മുടെ H5 പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ പോയ പോണിനെ ഉടനെ തന്നെ തിരിച്ചു പിടിക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ C പോൺ വെച്ച് വൈറ്റിന്റെ D പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടുന്ന് രണ്ട് രീതിക്ക് ഗെയിം മുന്നോട്ട് പോകാം. നൈറ്റ് B5 ആണ് ഉള്ളതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത്. നൈറ്റ് B5 വൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് C6 നമ്മൾ ആ D4 പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ നൈറ്റിനെ ഡെവലപ്പും ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമുക്ക് സെന്ററിൽ ഡബിൾ ഡപ്പ് പോൺസ് ഉണ്ടെങ്കിലും ഈ ഡബിൾ ഡപ്പ് പോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ലതാണ്. സെന്ററിൽ നമുക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളിച്ച് മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു പൊസിഷനാണ്. ഇനി മറ്റൊരു വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ C പോൺ വെച്ച് വൈറ്റിന്റെ D പോണിനെ ക്യാപ്ചർ ചെയ്തതിന് പകരം വൈറ്റ് നൈറ്റ് ടു B5 കളിക്കാതെ ക്വീൻ വെച്ച് നമ്മുടെ D4 പോണിനെ ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിക്കുക. എങ്കിലും ഒരു കുഴപ്പമില്ല, നമ്മൾ എപ്പോഴും ഒരു പോൺ കുറവാണ്. പക്ഷെ നമുക്ക് ആ പോണിനെ ഉടനെ തന്നെ തിരിച്ചു പിടിക്കാം. നമ്മൾ ആദ്യം നൈറ്റ് C6 കളിച്ച് ആ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കളിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ബിഷപ്പ് വെച്ച് നമ്മുടെ നൈറ്റിനെ പിൻ ചെയ്യുകയായിരിക്കും. ബിഷപ്പ് ടു B5. ഇതിനുശേഷം തൊട്ടടുത്ത മൂവിൽ തന്നെ നമുക്ക് ബിഷപ്പ് വെച്ച് C2 പോണിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ട പോണിനെ നമുക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞു. ഇവിടെ നിന്ന് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആയിരിക്കും കൂടുതൽ ജയിക്കാനായിട്ട് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതാണ് അഡ്വാൻസ് വേരിയേഷനിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് മറ്റൊരു വേരിയേഷൻ കണ്ടു നോക്കാം. നമ്മുടെ കാരോക്കാൻ്റെ ബേസിക് പൊസിഷനിൽ നിന്ന് വൈറ്റ് F3 എന്ന് പറയുന്ന മൂവ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡി പോൺ വെച്ച് വൈറ്റിന്റെ ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് F3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. ഇതിനെയാണ് കാരോക്കാൻ്റെ ഫാന്റസി വേരിയേഷൻ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പ്ലെയേഴ്സും E6 എന്ന് പറയുന്ന മൂവ് കളിക്കാറുണ്ട്. സെയിം ഉദ്ദേശം തന്നെയാണ് ഡി പോണിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു പൊസിഷൻ ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡി പോൺ വെച്ച് വൈറ്റിന്റെ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ വൈറ്റ് ഉറപ്പായിട്ടും എഫ് പോൺ വെച്ച് റീക്യാപ്ചർ ചെയ്യും. ഇതിനുശേഷം നമ്മൾ E5 കളിച്ച് സെന്ററിനെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുകയാണ്. വൈറ്റ് നൈറ്റ് ടു F3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. നമ്മൾ ബിഷപ്പ് ടു G4 കളിച്ച് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇതിനുശേഷം വൈറ്റ് ബിഷപ്പ് ടു C4 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. നമ്മൾ നമ്മുടെ നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് പോൺ ടു C3 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. ഇതാണ് ഫാന്റസി വേരിയേഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള മൂവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വേരിയേഷൻ കണ്ടു നോക്കാം. കാരോക്കാൻ്റെ എക്സ്ചേഞ്ച് വേരിയേഷൻ. വളരെയധികം കളിക്കപ്പെടുന്ന ഒരു വേരിയേഷൻ കൂടിയാണിത്. നമ്മുടെ കാരോക്കാൻ്റെ ബേസിക് പൊസിഷന് ശേഷം വൈറ്റിന്റെ ഈ പോൺ വെച്ച് നമ്മുടെ ഡി പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ C പോൺ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടുന്ന് പല രീതിക്ക് ഗെയിം മുന്നോട്ട് പോകാറുണ്ട്. ബോബി ഫിഷർ എന്ന് പറയുന്ന പണ്ടത്തെ അമേരിക്കൻ ഫേമസ് ഗ്രാൻഡ് മാസ്റ്റർ കളിച്ചുകൊണ്ടിരുന്ന ഒരു മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് ടു D3 ആയിരുന്നു. ഇതിനുശേഷം ബ്ലാക്ക് നൈറ്റ് ടു C6 കളിക്കുന്നു. വൈറ്റ് പോൺ ടു C3, നൈറ്റ് ടു F6, നൈറ്റ് ടു F3, ബിഷപ്പ് ടു G4. ഇതിനുശേഷം നമുക്ക് ഫിയാൻ ഗെറ്റോ ഒക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇത് കുറച്ചുകൂടെ പാസീവ് ആയിട്ടുള്ളൊരു വേരിയേഷനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കളിച്ച് കാണാറുള്ള ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഈ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റ് പോൺ ടു C4 എന്ന് പറയുന്ന മൂവ് കളിക്കുകയാണ്. ഇതിനെ പാനോ വേരിയേഷൻ അല്ലെങ്കിൽ പാനോ ബോട്ട്വിനിക് വേരിയേഷൻ എന്നൊക്കെ പറയും. എക്സ്ചേഞ്ച് വേരിയേഷനിൽ വൈറ്റിന് ഏറ്റവും നന്നായിട്ട് കളിക്കാവുന്ന വേരിയേഷനാണ് പാനോ വേരിയേഷൻ. ഇപ്പോൾ ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഒക്കെ ഈ പാനോ വേരിയേഷൻ കളിക്കാറുണ്ട്. ഇതിനുശേഷം നമ്മൾ നൈറ്റ് ടു F6 കളിച്ച് നമ്മുടെ അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഡീപ് പോണിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം നൈറ്റ് ടു C3 വൈറ്റ് കളിക്കുന്നു. വീണ്ടും നമ്മുടെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നമ്മൾ പോൺ ടു E6 കളിച്ച് വീണ്ടും ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ വളരെ എളുപ്പത്തിൽ ഫിയാൻ ഗെറ്റോ ചെയ്തോ അല്ലാതെയോ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം വൈറ്റ് നൈറ്റ് ടു F3 കളിക്കുന്നു. നമ്മൾ ബിഷപ്പ് ടു B4 കളിച്ച് നൈറ്റിനെ പിൻ ചെയ്യുന്നു. C ക്യാപ്ചേഴ്സ് D5, നൈറ്റ് ക്യാപ്ചേഴ്സ് D5. ഇതിനുശേഷം വൈറ്റ് ബിഷപ്പ് ടു D2 കളിക്കുന്നു. നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. വൈറ്റിന്റെ രണ്ടാമത്തെ ബിഷപ്പിനെയും കൂടെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ നൈറ്റ് ടു C6 കളിച്ച് നമ്മുടെ രണ്ടാമത്തെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം വൈറ്റും ക്യാൻസൽ ചെയ്യുന്നു. ഇതാണ് പാനോ വേരിയേഷനിൽ മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിൽ ഈ രണ്ട് വേരിയേഷൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. ഒന്ന് ബോബി ഫിഷർ കളിച്ച വേരിയേഷനും, അതിന് പ്രത്യേകിച്ച് പേരായിട്ട് പറയുന്നില്ല. ബോബി ഫിഷർ കളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഫിഷർ വേരിയേഷൻ എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അതും പാനോ വേരിയേഷനും. പാനോ വേരിയേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കളിക്കപ്പെടുന്ന ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് പാനോ വേരിയേഷനാണ്. എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ വൈറ്റിന് കുറച്ചുകൂടെ കൂടുതൽ കൺട്രോൾ കിട്ടുന്ന ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് പാനോ ബോട്ട്വിനിക് വേരിയേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കാറുള്ള ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് പാനോ ബോട്ട്വിനിക് വേരിയേഷൻ തന്നെയാണ്. ഫിഷർ വേരിയേഷനിലേക്ക് അധികം ആൾക്കാർ ഇപ്പോൾ പോകാറില്ല. ഇനി നമുക്ക് വേറൊരു വേരിയേഷനും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട വേരിയേഷൻസ് പോലെ അത്ര പോപ്പുലർ ആയിട്ടോ അല്ലെങ്കിൽ അധികം കളിക്കപ്പെടുന്ന ഒരു വേരിയേഷൻ അല്ല. പക്ഷേ വൈറ്റ് കാരോക്കാനിലേക്ക് കയറി കഴിയുമ്പോൾ വൈറ്റിനെ നമുക്കൊന്ന് ഞെട്ടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വേരിയേഷനാണ് ഇത്. കാരണം വൈറ്റ് ഇത് കണ്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ബേസിക് പൊസിഷനിൽ നിന്ന് വൈറ്റ് നൈറ്റ് ടു C3 കളിക്കുന്നു. ഇതിനുശേഷം നമ്മൾ G6 കളിക്കുന്നു. ഇതിനെ ഗുർഗനീറ്റ്സെ സിസ്റ്റം എന്നാണ് പറയുക. ഇതിനുശേഷം വൈറ്റ് E5 എന്ന് പറയുന്ന മൂവ് കളിച്ചേ പറ്റുള്ളൂ. E5 കളിക്കാതെ വൈറ്റ് വേറെ ഏതെങ്കിലും മൂവ് കളിച്ചു കഴിഞ്ഞാൽ വൈറ്റ് പിന്നെ ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. വൈറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കളിച്ച് മുന്നോട്ട് പോകാനായിട്ട്. ഇതിനുശേഷം നമ്മൾ ബിഷപ്പ് ടു G7 കളിച്ച് ബിഷപ്പിനെ ഫിയാൻ ഗെറ്റോ ചെയ്യുന്നു. വൈറ്റ് പോൺ ടു F4 കളിച്ച് സെന്ററിൽ കൂടുതൽ കൺട്രോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ പോൺ ടു H5 കളിക്കുന്നു. വൈറ്റ് നൈറ്റ് ടു F3 കളിക്കുന്നു. നമ്മൾ നൈറ്റ് ടു H6 കളിക്കുന്നു. F5 എന്ന് പറയുന്ന സ്ക്വയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നൈറ്റ് ടു H6 കളിച്ചത്. അടുത്ത മൂല് വൈറ്റ് ഉറപ്പായിട്ടും ബിഷപ്പ് ടു D3 കളിക്കും. നമുക്ക് ബിഷപ്പ് ടു F5 കളിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതാണ് ഗുർഗനൈറ്റ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഗുർഗനൈറ്റ്സ് ഡിഫൻസ് എന്ന് പറയുന്ന വേരിയേഷനിൽ സംഭവിക്കുക. ഇത് അധികം നമ്മളത്ര കണ്ടുവരുന്ന ഒരു വേരിയേഷൻ അല്ല. അപ്പോൾ വൈറ്റ് പരിചയിച്ചിരിക്കുന്ന കരോക്കാൻ്റെ വേരിയേഷൻസിൽ നിന്ന് വൈറ്റിൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി കളിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു വേരിയേഷനാണിത്. ബ്ലാക്കിന് കൃത്യമായിട്ട് ഇതിൻ്റെ തിയറി അറിയാമെങ്കിൽ നന്നായിട്ട് കളിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നല്ല വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവും. പക്ഷേ കുറച്ച് റിസ്കിയർ ആണ്. കാരണം ബ്ലാക്കിനും ഇതിൻ്റെ തിയറി കൃത്യമായിട്ട് ഓർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും ബ്ലാക്കിനും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കാരോക്കാനിൽ വൈറ്റിനെ വീഴ്ത്താൻ പറ്റുന്ന നല്ലൊരു വേരിയേഷനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടെ പറയാം, സിസിലിയൻ ഡിഫൻസ് ആണോ കാരോക്കാൻ ഡിഫൻസ് ആണോ നല്ലത്, ഏതാണ് ബെറ്റർ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പല പല ഉത്തരങ്ങളായിരിക്കും കിട്ടുക. കാരണം അത് ഓരോ ആൾക്കാരുടെ താല്പര്യം പോലെ ഇരിക്കും. പക്ഷെ ചില ചെസ് എക്സ്പേർട്സും ഗ്രാൻഡ് മാസ്റ്റർമാരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരോക്കാൻ ഡിഫൻസ് കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഈ സോളിഡ് ഓപ്പണിംഗ് എന്നുള്ളൊരു വാക്ക് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ റോയൽ ഓപ്പസിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ബേർലിൻ ഡിഫൻസ് വേരിയേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണെന്ന്. സോളിഡ് ഓപ്പണിംഗ് എന്ന ആ ഒരു ടേമിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോളിഡ് ഓപ്പണിംഗിൽ ഡ്രോ പെർസെൻറ്റേജ് വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മളെ തോൽക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും, ജയിക്കാനുള്ള ചാൻസും അതുപോലെ കുറവായിരിക്കും. കാരണം ഡ്രോ പെർസെൻറ്റേജ് കൂടുമ്പോഴത്തേക്കും ജയിക്കാനുള്ള ചാൻസും തോൽക്കാനുള്ള ചാൻസും കുറച്ച് കുറയും. അപ്പോൾ കാരോക്കാൻ ഡിഫൻസ് കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നേരെ മറിച്ച് സിസിലിയൻ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഷാർപ്പർ ആയിട്ടുള്ള ലൈൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജയിക്കാനും തോൽക്കാനും ഉള്ള ചാൻസ് കാരോക്കാൻ ഡിഫൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് സേഫ് ആയിട്ട് കളിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് സിസിലിയൻ ഡിഫൻസിന് പുറമെ കാരോക്കാൻ ഡിഫൻസ് ചൂസ് ചെയ്ത് കളിക്കാവുന്നതാണ്. കാരണം തോൽക്കാനുള്ള ചാൻസ് കുറവാണല്ലോ. നേരെ മറിച്ച് സിസിലിയൻ ഡിഫൻസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ തോക്കാനും ജയിക്കാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഡിഫറൻസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കാരോക്കാൻ ഡിഫൻസിനെ പറ്റി പറയേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ഞാൻ പറ്റുന്നത്രയും വേഗം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.